നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. തൊടുപുഴയിൽ ആദ്യമായി നടക്കുന്ന അവക്കാഡോ ഫെസ്റ്റിൽ വൻ തിരക്ക്. തൊടുപുഴ തെനങ്കുന്ന് ബൈപ്പാസിൽ പ്രവർത്തിക്കുന്ന മലബാർ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയിലാണ് ഫെസ്റ്റ് നടക്കുന്നത്. ഏഴാനിക്കാട്ട് കുടുംബയോഗത്തിന്റെ 91ാം കുടുംബയോഗവും യാക്കോബ് മൽപ്പാനച്ചന്റെ 185ാം ചരമവാർഷികവും ഏഴാനിക്കാട്ട് പുന്നക്കോട്ടിൽ യാക്കോബച്ചന്റെ 133ാം ചരമവാർഷികവും ആചരിച്ചു. മയിലിക്കൊമ്പ് പള്ളിക്ക് സമീപം കാർ നിയന്ത്രണം നഷ്ടപ്പെട്ട് കനാലിലേക്ക് മറിഞ്ഞ അപകടം. കാർ യാത്രികനെ ഗുരുതര പരിക്കുകളോടെ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വയസ്സുള്ള വോട്ടർ തന്റെ പാട്ടിലൂടെ വൈറലാവുന്നു. തിരഞ്ഞെടുപ്പ് ദിവസം ഒരു സാധാരണ വോട്ടർ പാടിയ പാട്ട് ഇന്ന് കേരളത്തിൽ വൈറലാവുന്നു. മുട്ടൻ കാക്കൊമ്പ് ഭാഗത്ത് ബെന്നി പേർക്കാടിന്റെ കിണർ വൃത്തിയാക്കി തിരികെ കയറുന്നതിനിടയിൽ ആൾ കാൽ വഴുതി കിണറ്റിൽ വീണു. വാർത്തകൾ വിശദമായി. തൊടുപുഴയിൽ ആദ്യമായി നടക്കുന്ന അവക്കാഡോ ഫെസ്റ്റിൽ വൻ തിരക്ക്. തൊടുപുഴ തെനങ്കുന്ന് ബൈപ്പാസിൽ പ്രവർത്തിക്കുന്ന മലബാർ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയിലാണ് ഫെസ്റ്റ് നടക്കുന്നത്. അവക്കാഡോ ഷേക്ക്, ജ്യൂസ് തുടങ്ങിയവ ഫെസ്റ്റിൽ ലഭ്യമാണ്. തൊടുപുഴയിൽ ആദ്യമായി നടക്കുന്ന അവക്കാഡോ ഫെസ്റ്റിൽ വൻ തിരക്ക്. തൊടുപുഴ തെനങ്കുന്ന് ബൈപ്പാസിൽ പ്രവർത്തിക്കുന്ന മലബാർ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയിലാണ് ഫെസ്റ്റ് നടക്കുന്നത്. അവക്കാഡോ ലോകത്തെ ഏറ്റവും ഗുണമേന്മയുള്ള പഴമാണെന്ന് മനസ്സിലാക്കി സ്ഥിരമായി അവക്കാഡോ സലാഡായും സ്മൂത്തിയായും സാൻഡ്വിച്ചിലും മറ്റും ഉപയോഗിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചതായി ഫ്രൂട്ട്സ് വാലി ചെയർമാൻ അഡ്വക്കേറ്റ് ബിജു പറയുന്നിലും പറഞ്ഞു. പ്രിയമുള്ളവരെ, അവക്കാഡോയാണ് ലോകത്തെ ഏറ്റവും ആരോഗ്യകരമായ പഴവർഗ്ഗം. വിദേശ രാജ്യങ്ങളിൽ എവിടെ ചെന്നാലും ഏറ്റവും മുന്തിയ പഴമായി നമുക്ക് തരുന്നത് അവക്കാഡോയാണ്. ആരോഗ്യത്തിന് ഏറ്റവും ഉത്തമമായ അവക്കാഡോ പഴം കഴിക്കണം. അത് നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാനാണ്. അതുപോലെ മക്കൾക്ക് എല്ലാവർക്കും ആസ്വദിക്കാൻ ഇവിടെ തന്നെ അവക്കാഡോ ഷെയ്ക്ക്, ജ്യൂസ്, സ്മൂത്തി എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആരോഗ്യകരമായ അരിപ്പൊടികളും കറി പൗഡറുകളും ഒരുക്കിയിട്ടുള്ള ഈ മലബാർ ഫുഡ്സിൻ്റെ ഏറ്റവും വലിയ വിശേഷമായ അവക്കാഡോ ഫെസ്റ്റ് നടക്കുകയാണ്. തൊടുപുഴയുടെ ആഘോഷമായി മാറിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വരിക, എല്ലാവരും അവക്കാഡോ ആസ്വദിക്കുക, അവക്കാഡോ സ്ഥിര ഭക്ഷണമാക്കുക, നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്നതാണ് ഈ കർഷക പ്രസ്ഥാനത്തിന് നിങ്ങളോട് പറയാനുള്ളൂ. താങ്ക് യു. ഇടുക്കിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അവക്കാഡോ ശേഖരിക്കുന്നുണ്ട്. അവക്കാഡോയുടെ പ്രചാരണത്തിനായി 100 രൂപയ്ക്ക് കർഷകരിൽ നിന്നും ശേഖരിക്കുന്ന അവക്കാഡോ 139 രൂപ മുതൽ വിൽക്കുന്നു. അവക്കാഡോ കഴിച്ചതിന് ശേഷം വിത്ത് തിരികെ നൽകുന്നവർക്ക് വിത്ത് ഒന്നിന് 5 രൂപ വീതം നൽകും. അവക്കാഡോ ഷേക്ക്, ജ്യൂസ് തുടങ്ങിയവ ഫെസ്റ്റിൽ ലഭ്യമാണ്. തൊടുപുഴ തെനങ്കുന്നിലുള്ള മലബാർ ഫുഡ്സിൻ്റെ ഷോറൂമിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അവക്കാഡോ ഫെസ്റ്റ് പങ്കെടുക്കാനായിട്ട് വന്നതാണ്. നമ്മുടെ നാട്ടിലെ കർഷകർ പുതിയ കാർഷിക സംസ്കാരം വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ സംഘടന നടത്തുന്ന ഈ പ്രസ്ഥാനത്തിന് എല്ലാ ആശംസകളും നേരുന്നു. നാട്ടിൽ കായ്ക്കുന്ന അവക്കാഡോ തൈകൾ ബുക്ക് ചെയ്യുവാനും ഫെസ്റ്റിൽ സാധിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ഇടുക്കിയിലെ അവക്കാഡോ ഫാർമേഴ്സ് ക്ലബ് ഫെസ്റ്റിന് നേതൃത്വം നൽകുന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഏഴാനിക്കാട്ട് കുടുംബയോഗത്തിന്റെ 91ാം കുടുംബയോഗവും യാക്കോബ് മൽപ്പാനച്ചന്റെ 185ാം ചരമവാർഷികവും ഏഴാനിക്കാട്ട് പുന്നക്കോട്ടിൽ യാക്കോബച്ചന്റെ 133ാം ചരമവാർഷികവും ആചരിച്ചു. രാവിലെ 9-ന് നാവപ്പുഴ സെന്റ് മേരീസ് ദേവാലയത്തിൽ ആരാധനയും സമൂഹബലിയും ഒപ്പീസും, തുടർന്ന് ഏഴാനിക്കാട്ട് വലിയ പുത്തൻപുരിയിൽ ജോസൈപ്പിന്റെ വീട്ടിൽ വെച്ച് പൊതുസമ്മേളനവും എൻഡോവ്മെന്റ് വിതരണവും വിശിഷ്ട വ്യക്തികളെ ആദരിക്കലും വിവിധ കലാപരിപാടികളും സ്നേഹവിരുന്നും നടന്നു. ഏഴാനിക്കാട്ട് കുടുംബയോഗത്തിന്റെ 91ാം കുടുംബയോഗവും യാക്കോബ് മൽപ്പാനച്ചന്റെ 185ാം ചരമവാർഷികവും ഏഴാനിക്കാട്ട് പുന്നക്കോട്ടിൽ യാക്കോബച്ചന്റെ 133ാം ചരമവാർഷികവും നാഗപ്പുഴ സെന്റ് മേരീസ് ദേവാലയത്തിൽ വെച്ച് നടത്തി. ആരാധനയ്ക്കും സമൂഹബലിക്കും ഒപ്പീസിനും ഫാദർ ജോസ് ഏഴാനിക്കാട്ട്, ഫാദർ ഫ്രാൻസിസ് ഏഴാനിക്കാട്ട്, ഫാദർ ആൽവിൻ കൊട്ടാരത്തിൽ, ഫാദർ ഷൈബു ഏഴാനിക്കാട്ട്, ഫാദർ ജോസഫ് ചാരനാൽ എന്നിവർ നേതൃത്വം നൽകി. നവവൈദികനായ ഫാദർ ജിതിൻ ചാരനാൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ.
നാഗപ്പുഴ സെന്റ് മേരീസ് പള്ളി വികാരി ഫാദർ പോൾ നെടുമ്പുറത്ത് ആശംസാ സന്ദേശം നൽകി. ഏഴാനിക്കാട് കുടുംബത്തിൽ നിന്ന് ഈ വർഷം പുതിയതായി പൗരോഹിത്യം സ്വീകരിച്ച് കുടുംബത്തിൻ്റെ അനുഗ്രഹമായി തീർന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട ചാരണാലച്ചനെയും പ്രത്യേകമായി ഞാൻ അഭിനന്ദിക്കുന്നു. ബഹുമാനപ്പെട്ട തോമസ് കൊട്ടാരത്തിരശ്ശനും ഒരു വർഷം എന്നോടൊപ്പം വാഴക്കുളത്ത് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ ഏഴാനിക്കാട്ട് കുടുംബാംഗങ്ങളെ എനിക്ക് നേരത്തെ തന്നെ നല്ല പരിചയമുണ്ട്. കുടുംബാംഗങ്ങളുടെ നന്മകൾ അനുഭവിക്കുന്നതിന് അവസരമുണ്ട്. തുടർന്ന് ഏഴാനിക്കാട്ട് വലിയ പുത്തൻപുരയിൽ ജോസ് ഐപ്പിന്റെ വീട്ടിൽ വെച്ച് പൊതുസമ്മേളനവും എൻഡോമെന്റ് വിതരണവും വിശിഷ്ട വ്യക്തികളെ ആദരിക്കലും വിവിധ കലാപരിപാടികളും സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. പ്രസിഡന്റ് ഏഴാനിക്കാട്ട് പൂവന്തുരുത്തിൽ മാത്യു അഗസ്റ്റിൻ, രക്ഷാധികാരി റവറന്റ് ഫാദർ ജോസ് ഏഴാനിക്കാട്ട്, സെക്രട്ടറി ജേക്കബ് വർഗീസ് ഏഴാനിക്കാട്ട്, വൈദികർ, സിസ്റ്റേഴ്സ്, സഹോദര കുടുംബയോഗം പ്രതിനിധികൾ എന്നിവർ ആശംസകൾ നേർന്നു. സ്നേഹമായി തീരാൻ കനലോട് ചേരുമ്പോൾ കനലായി മാറുമ്പോൾ ഹൃദയത്തിൻ സ്നേഹമായി തീരാൻ നാളെത്രയായി ഞാൻ ആശിപ്പു ഈശോയേലപ്പും വെറ്റില ചെല്ലത്തിനോ ഭൂമിയെ പാടെ ഓടും അത്രയും വെറ്റിലയിട്ട് വയ്ക്കാം കുഞ്ഞിളം വാവേ കഥ കേട്ട് മെല്ലെ മിഴിപൂടൻ വാനിൽ ചൂടിൽ ഉറങ്ങ ഉറങ്ങ പൊന്നെ തളരാതെ നോമൽ ചിരിയോടെ കൊഞ്ചി കരയാടി വളര് എങ്ങു നീലത്തൊഴുത്തില് നീർപ്പരപ്പിൽ നിഴലിടും അമ്പിളിക്കരയ്ക്കുള്ളില് അമ്മ കുഞ്ഞനോ അമ്മ കുറുമ്പനെന്ന് നെഞ്ചത്ത് വെട്ടില ചെല്ലുമായി താനെ വാണിഞ്ഞു കയറി തൊഴുത്തിൽ എങ്ങു പതുങ്ങിയല്ലോ തായെ കൊഴുത്തുള്ളരാൾ ചെലപ്പം വെട്ടില ചെല്ലത്തിലോ. മൈലക്കൊമ്പ് പള്ളിക്ക് സമീപം കാർ നിയന്ത്രണം നഷ്ടപ്പെട്ട് കനാലിലേക്ക് മറിഞ്ഞ അപകടം. കാർ യാത്രികനെ ഗുരുതര പരിക്കുകളോടെ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മൈലക്കൊമ്പ് കണ്ടശാക്കുന്നിൽ സുജിത് കെ സുകുമാരൻ സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. റോഡിൽ നിന്നും ഏകദേശം 25 അടി താഴ്ചയിലേക്കാണ് കാർ മറിഞ്ഞത്. തൊടുപുഴ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടത്തി. ചെറായി കരുത്തലിയിലെ കരുണ അംഗൻവാടി വേറിട്ട പ്രവർത്തനങ്ങളാൽ പലപ്പോഴും ജനശ്രദ്ധ നേടിപ്പോരുന്നു. ശിശുദിനാഘോഷം, ക്രിസ്മസ് ആഘോഷം, ഓണാഘോഷം, വിനോദയാത്ര, വിഷുക്കണി ദർശനം എന്നിങ്ങനെ വിവിധങ്ങളായ പരിപാടികൾ നടത്തിവരുന്നു. ഇന്നത്തെ കാലത്ത് കുട്ടികളുടെ ആദ്യ സാമൂഹിക ഇടപെടലുകൾ, അവരുടെ കാഴ്ചപ്പാട് കരുപിടിപ്പിക്കുന്നത് എന്നിവ അംഗൻവാടികളിൽ നിന്നാണ്. കുരുന്നുകൾ കാണുന്ന ആദ്യ അധ്യാപകർ അംഗൻവാടി ടീച്ചറും അവിടുത്തെ ഹെൽപ്പർമാരുമാണ്. കേരളത്തിലെ അംഗൻവാടികൾ നിർവഹിക്കുന്നത് സമാനതകളില്ലാത്ത കടമയാണ്. കരുണ അംഗൻവാടിയിലെ പ്രിയപ്പെട്ട മുഖങ്ങളാണ് രാജേശ്വരിയും സജിതയും. ഇത്തവണ കുട്ടികൾക്കായി ഒരുക്കിയത് വിഷുക്കണി ദർശനമാണ്. പ്രാർത്ഥിച്ച് നല്ലത് വരുത്തുന്നേന്ന് വിഷുവിന്റെ ഫലങ്ങളൊക്കെ നല്ലതായിരിക്കുന്നേന്ന് പ്രാർത്ഥിക്കണം. കൈ കൂട്ടി പിടിച്ചേ, കൈ തൊഴുത് പിടിക്ക്. ആ എന്റെ ഇരിക്കി
ഇരിക്കി ഇരിക്കി ഇരിക്കി ഇരിക്കി ഇരിക്കി. നേരെ നോക്കിയേ, നേരെ നോക്കിയേ. കണ്ടേ കാണാമേ, ഇവിടെ നോക്കിയേ കാണാം. 70 വയസ്സുള്ള വോട്ടർ തന്റെ പാട്ടിലൂടെ വൈറലാവുന്നു. തിരഞ്ഞെടുപ്പ് ദിവസം ഒരു സാധാരണ വോട്ടർ പാടിയ പാട്ട് ഇന്ന് കേരളത്തിൽ വൈറലാവുന്നു. കോഴിക്കോട് കുറ്റ്യാടിയിലെ പീലിയാട്ട് ജാനു വോട്ട് ചെയ്യാൻ നിൽക്കുമ്പോൾ നീണ്ട ക്യൂ ആയിരുന്നു. വോട്ട് പിന്നെ ചെയ്യാം എന്ന് പറഞ്ഞ് പാട്ടായി. പിന്നെ ആ പാട്ട് പലരും ഫോണിൽ പകർത്തി. ജാനു എടുത്തി ഇപ്പോൾ താരമാണ്. ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനും ജില്ലാ കളക്ടറും 70 വയസ്സുള്ള വോട്ടറുടെ വീഡിയോ കുറ്റ്യാടി സ്വദേശി ജാനു എടുത്തിയാണ് പോളിംഗ് ദിനത്തിന് വേറിട്ട കാഴ്ച നൽകുന്നു എന്ന അടിക്കുറിപ്പോടെ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അത് അവിടെ ഇങ്ങനെ നീണ്ട ക്യൂ ആയിട്ട് എനിക്ക് അങ്ങനെ ഇങ്ങനെ 2-3 ആളുകളിടത്തിലെത്തിയാല് എന്നോടെന്തോ മൂളിപ്പോവും. അങ്ങനെ പാടിയ ഉമ്മമാരെല്ലാം പറഞ്ഞ് പാട് പാട് പാട്ട് പാടിയാൻ പറ്റിയെന്ന് പറഞ്ഞ് അങ്ങ് പാടി എല്ലാം എന്തു പറയാൻ എല്ലാരും കളക്ടർ പേജിൽ അടുക്ക് എത്തി എന്നാ പറയുന്നത്. ചന്ദനപ്പൊട്ടിന്റെ പെണ്ണെ വട്ടം കുറഞ്ഞാലും ചന്തത്തിനൊട്ടും കുറവില്ല പെണ്ണെ ചന്ദനപ്പൂമയിലേ ചന്ദനപ്പൂമയിലേ. ആൾക്കൊരാശയ്ക്കായി പെണ്ണെ കാണണമെന്നുണ്ട്. 2 മനസ്സാണോ പെണ്ണെ എന്റെ ഇണക്കിളിയേ. നിന്നെ കിടത്താനായി പെണ്ണെ ചന്ദനക്കട്ടിലുണ്ട്. താരാട്ടുപാടി മെല്ലെ ഉറക്കാൻ താരാട്ടുപാട്ടുമുണ്ട് പെണ്ണെ താരാട്ട് പാട്ടുമുണ്ട്. ചന്ദനപ്പൊട്ടിന്റെ പെണ്ണെ വട്ടം കുറഞ്ഞാലും ചന്തത്തിനൊട്ടും കുറവില്ല പെണ്ണെ. ഉടുമ്പന്നൂർ ദൃശ്യ സൗഹൃദവേദി കലാഭവൻ മണി അനുസ്മരണം നടത്തി. ഉടുമ്പന്നൂർ വ്യാപാര ഫണ്ട് ഹാളിൽ വെച്ച് ദൃശ്യയുടെ ചെയർമാൻ അശ്വതി മധുവിന്റെ അധ്യക്ഷതയിൽ നടന്ന കലാഭവൻ മണി അനുസ്മരണ സമ്മേളനം കലാഭവൻ മണിയുടെ സുഹൃത്ത് അജീഷ് കോട്ടയം ഉദ്ഘാടനം ചെയ്തു. ഉടുമ്പന്നൂർ ദൃശ്യ സൗഹൃദവേദി കലാഭവൻ മണി അനുസ്മരണം നടത്തി. ഉടുമ്പന്നൂർ വ്യാപാര ഭവൻ ഹാളിൽ വെച്ച് ദൃശ്യയുടെ ചെയർമാൻ അശ്വതി മധുവിന്റെ അധ്യക്ഷതയിൽ നടന്ന കലാഭവൻ മണി അനുസ്മരണ സമ്മേളനം കലാഭവൻ മണിയുടെ സുഹൃത്തും മണിയോടൊപ്പം നിരവധി വേദികൾ പങ്കിടുകയും ചെയ്തിട്ടുള്ള അജീഷ് കോട്ടയം ഉദ്ഘാടനം ചെയ്തു. ഒരു സിനിമയുടെ ലൊക്കേഷൻ എൻ്റെ അനിയൻ ഷൂട്ടിംഗ് കാണാൻ വേണ്ടി പോയി. അത് ചാക്കോ രണ്ടാമൻ എന്ന് പറഞ്ഞ സിനിമയാണ്. ഞങ്ങളുടെ വീടിനടുത്തുള്ള വിമലഗിരി പള്ളിയിലാണ് അതിൻ്റെ ഷൂട്ട് നടന്നത്. അപ്പോൾ എൻ്റെ അനിയൻ ചെന്ന് മണിച്ചേട്ടാ എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ സാധാരണ പരിചയപ്പെടാൻ വരുന്ന പോലെ ഒരു പയ്യൻ എന്ന നിലയിൽ അവനെ കൈ കൊടുത്തപ്പോൾ അവൻ പറഞ്ഞു ഞാൻ അജീഷിൻ്റെ അനിയനാണ് എന്ന് പറഞ്ഞപ്പോൾ അവനെന്തേടാ എന്ന് ചോദിച്ചു. വീട്ടിലുണ്ട് പരിപാടി കഴിഞ്ഞ് വന്ന് കിടന്ന് ഉറങ്ങുക എന്ന് പറഞ്ഞു. എന്നാൽ വരാൻ പറയാൻ പറഞ്ഞു. ഞാൻ ചെന്നപ്പോൾ അവിടെ ആർട്ടിസ്റ്റുകൾക്ക് ഇരിക്കാൻ വേണ്ടി മാത്രം ഒരു പ്രത്യേക റൂമുണ്ട്. അതിനകത്ത് AC അതെല്ലാം സജ്ജീകരിച്ച് വെച്ചേക്കുന്നു. തമിഴിൽ നിന്നുള്ള വില്ലനാണ്, അതുപോലെ നാരായണൻകുട്ടിച്ചേട്ടൻ ഉൾപ്പെടെ ആ പടത്തിൽ അഭിനയിക്കുന്ന ഒരു വലിയ താരനിര തന്നെ ആ റൂമിനകത്താണ് ഇരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു മണിച്ചേട്ടാ വന്നു പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ മണിച്ചേട്ടാ ഞാൻ പറഞ്ഞു എന്നാൽ ഞാൻ പൊക്കോട്ടെ ചേട്ടാൻ പറഞ്ഞു. നീ എവിടെ പോവാ നീ വന്നെന്ന് പറഞ്ഞിട്ട് അത്രയും സ്റ്റാർസ് ഇരിക്കുന്നതിൻ്റെ ഒപ്പം ഒരു കസേരയിട്ട് എന്നെ കൊണ്ടിരുത്തി. അത് കഴിഞ്ഞ ശേഷം ഞാൻ പറഞ്ഞു ചേട്ടാ ഇനി ഒത്തിരി നേരം ഞാൻ ഇരിക്കുന്നില്ല ഞാൻ പോകാമെന്ന് പറഞ്ഞ് തിരിച്ചിറങ്ങിയപ്പോൾ മഴയുണ്ടായിരുന്നു. അപ്പോൾ പള്ളിയുടെ തൊട്ടടുത്ത് തന്നെ ഒരു സൈഡിൽ തന്നെ ഒരു കടയുണ്ട്. ഞാൻ ആ കടയ്ക്കകത്ത് കയറി ഇങ്ങനെ നിൽക്കുമ്പോൾ ഷൂട്ടിങ് ഒരു മഴ പെയ്തുകൊണ്ട് ക്യാൻസൽ ചെയ്തു അന്നത്തെ ദിവസത്തെ. എൻ്റെ ഫ്രണ്ടിൽ കൂടെ Ben 100 എന്ന് എഴുതിയ ഒരു കറുപ്പ് സ്കോർപിയോ ഇങ്ങനെ പാഞ്ഞു പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ വണ്ടി നേരെ റിവേഴ്സ് വന്നു. ഡോറിൻ്റെ ചില്ല് താത്തു. എവിടെ പോടാ ഞാൻ ടൗണിലേക്കാണ്. ആ കയറി പറഞ്ഞു. വണ്ടിക്കകത്ത് കയറ്റി കാസറ്റ് ഇട്ടു. ആ പടത്തിന് വേണ്ടി റെക്കോർഡ് ചെയ്ത ഒരു പാട്ട് കേൾപ്പിക്കാൻ വേണ്ടിയാണ് ഇട്ടത്. ഒറ്റ നോക്കിലെ പട്ടുനൂലിനാൽ കെട്ടിയിട്ട വെണ്ണേ എന്ന് പറയുന്ന ഒരു പാട്ടാണ്. ഞാൻ പറഞ്ഞു ചേട്ടാ ഈ പാട്ട് ഹിറ്റാവട്ടോ, നിന്നെ ഒന്ന് കേൾപ്പിക്കാൻ വേണ്ടി. അങ്ങനെ അത്രയും ഡൗൺ ടു എർത്തായിട്ട് നമ്മളോട് ഇടപഴകിയ ഒരു മനുഷ്യൻ. വേർപാട് എന്നും നമുക്ക് അടുത്ത് ബന്ധമുള്ളവരാണെങ്കിൽ എപ്പോഴും വേദനയാണ്. അനുസ്മരണ സമ്മേളനത്തിൽ വിശിഷ്ട അതിഥിയായി പങ്കെടുത്ത മുതലക്കോടം മനീഷ് ഷാജിക്ക് ദൃശ്യ സൗഹൃദവേദി ആദരവ് നൽകി. നിരവധി ആൽബങ്ങൾക്കും തുടരും, ലോക, നരിവേട്ട, പള്ളിച്ചട്ടമ്പി തുടങ്ങിയ മലയാള സിനിമയിലെയും അന്യഭാഷാ ചിത്രങ്ങളിലെയും നിരവധി ഗാനങ്ങൾക്ക് പിന്നണിയിൽ പ്രവർത്തിച്ച് പ്രശസ്തി നേടിയ ആളാണ് മനീഷ് ഷാജി. കലാഭവൻ മണിയുടെ നിരവധി ഗാനങ്ങളുമായി പട്ടുറുമാൽ റഷീദ്, ലൂയിസ് മേലുകാവ്, സൗമ്യ ബിജു, സവിത ബിനു, അശ്വിൻ മധു, അൻസിൽ, ജോമോൻ, ജേസൺ, ബാബു കാനത്തിൽ, അനീഷ് വാഴക്കുളം, ഇങ്കു തേനി തുടങ്ങിയവർ ദൃശ്യ സൗഹൃദവേദി ധന്യമാക്കി.
ന്യൂസ് ബ്യൂറോ, ഉടുമ്പന്നൂർ. മുട്ടം കാക്കൊമ്പ് ഭാഗത്ത് ബെന്നി പെർക്കാണ്ടി കിണർ വൃത്തിയാക്കി തിരികെ കയറുന്നതിനിടയിൽ ആൾ കാൽ വഴുതി കിണറ്റിൽ വീണു. ഇടപ്പള്ളി സ്വദേശി സണ്ണിയാണ് വീണത്. തൊഴിലുറപ്പ് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി ആളെ കരക്കെത്തിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കിണറ്റിൽ അകപ്പെട്ട ആളെ അഗ്നിരക്ഷാസേന രക്ഷപ്പെടുത്തി. തൊടുപുഴ മുട്ടം പഞ്ചായത്ത് വാർഡ് 6 കാക്കൊമ്പ് പള്ളിക്ക് സമീപം പെരക്കാട്ട് ബെന്നി എന്നയാളുടെ വീടിന് സമീപമുള്ള പുരയിടത്തിലെ ഏകദേശം 45 അടി ആഴവും 6 അടി വ്യാസവുമുള്ള കിണർ വൃത്തിയാക്കുന്നതിനായി ഇറങ്ങിയ സണ്ണി മങ്ങാട്ടിലാണ് അപകടത്തിൽപ്പെട്ടത്. തൊടുപുഴ അഗ്നിരക്ഷാ നിലയത്തിലെ സ്റ്റേഷൻ ഓഫീസർ ബിജു പി തോമസിന്റെ നേതൃത്വത്തിൽ സേന സ്ഥലത്തെത്തുകയും സേനയിലെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ വിവേക്, ജെയിംസ്, നോബിൾ എന്നിവർ ഓക്സിജൻ സിലിണ്ടറുമായി അതിവേഗം കിണറ്റിലിറങ്ങി പരിക്കേറ്റയാളെ സുരക്ഷിതമായി റെസ്ക്യൂ നെറ്റിൽ കയറ്റി മറ്റ് ജീവനക്കാരുടെ സഹായത്തോടെ മുകളിലെത്തിക്കുകയായിരുന്നു. തുടർന്ന് ആംബുലൻസിൽ തൊടുപുഴ സെന്റ് മേരീസ് ആശുപത്രിയിൽ എത്തിച്ചു. കിണർ വൃത്തിയാക്കിയ ശേഷം പ്ലാസ്റ്റിക് കയറിൽ പിടിച്ച് തിരികെ കയറുന്നതിനിടയിൽ ഏകദേശം 30 അടി മുകളിൽ നിന്നും കൈവഴുതി ആൾ താഴേക്ക് പതിക്കുകയായിരുന്നു. സേനാംഗങ്ങളായ എബി CS, വിവേക് ജെയിംസ്, നോബിൾ, സച്ചിൻ സാജൻ, ഫ്രിജിൻ FS, ജെയ് സാം ജോസ്, ജോബി കെ ജോർജ്, ജെയിംസ് പുന്നൻ, ഹോംഗാർഡുമാരായ ഷാജി PT, സണ്ണി, സാജൻ വർഗീസ്, പ്രമോദ്, നാസർ KS എന്നിവരും രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു. വേനൽക്കാലത്ത് കിണർ വൃത്തിയാക്കുമ്പോൾ വളരെ ശ്രദ്ധാപൂർവം വേണം പ്രവൃത്തികൾ ചെയ്യാനെന്ന് അഗ്നിരക്ഷാ സേനാംഗങ്ങൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ 4ാം ഉത്സവത്തോടനുബന്ധിച്ച് വിഷുക്കണി ദർശനം നടന്നു. നിരവധി ഭക്തജനങ്ങൾ ദർശനത്തിനായി എത്തിയിരുന്നു. കണി ദർശനത്തിനായി വിപുലമായ ഒരുക്കങ്ങളായിരുന്നു ക്ഷേത്രത്തിൽ ഒരുക്കിയിരുന്നത്.
വിഷുദിനത്തിൽ വിഷുക്കണി ദർശനത്തിനായി ശബരിമലയിൽ വൻ ഭക്തജന തിരക്ക്. കണി ദർശനത്തിനായി സന്നിധാനത്ത് വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു. പുലർച്ചെ 4 മണിക്ക് തന്ത്രി കണ്ഠർ മഹേഷ് മോഹന്റെ സാന്നിധ്യത്തിൽ മേൽശാന്തി ED പ്രസാദ് നമ്പൂതിരി ശബരിമല ക്ഷേത്രം തുടർന്നു. വിഷുദിനത്തിൽ പുലർച്ചെ ക്ഷേത്രം തുടർന്ന് ശ്രീകോവിലിലെ വിളക്കുകൾ കൊളുത്തി ഭക്തർക്ക് ആദ്യം ശബരീശിന്റെ വിഗ്രഹം കാണിച്ചു കൊടുത്ത് വിഗ്രഹം ദർശിക്കാൻ അവസരം ലഭിച്ചു. പുലർച്ചെ 4:05 മുതൽ 7 വരെ ഭക്തർക്ക് വിഷുക്കണി ദർശനം നടത്താൻ അവസരം നൽകി. തുടർന്ന് തന്ത്രിയും മേൽശാന്തിയും ഭക്തർക്ക് നേരെ കൈകൾ നീട്ടി മാളികപ്പുറത്തും പമ്പ ഗണപതി കോവിലിലും വിഷുക്കണി ഒരുക്കി. രാവിലെ 7 മണിക്ക് ശേഷം അഭിഷേകവും ഉഷപൂജയും നടന്നു. വിഷുദിനത്തിൽ രാവിലെ 8 മുതൽ 11 വരെ എണ്ണാഭിഷേകം നടന്നു. 14-ാം തീയതി രാത്രി അത്താഴ പൂജയ്ക്ക് ശേഷം മേൽശാന്തിയുടെ നേതൃത്വത്തിൽ വിഷുക്കണി തയ്യാറാക്കി ഹരിവരാസനം ജപിച്ച് ക്ഷേത്രം അടച്ചു. 17-ാം തീയതി സഹസ്ര കലശ പൂജയും 18-ാം തീയതി സഹസ്ര കലശാഭിഷേകവും നടക്കും. വിഷു മേടമാസ പൂജകൾ പൂർത്തിയാക്കിയ ശേഷം 18-ാം തീയതി രാത്രി 10 മണിക്ക് ക്ഷേത്രം അടയ്ക്കും. വിഷു മേടമാസ പൂജകളോടൊപ്പം ശബരിമലയിൽ ദർശനത്തിനായി ഭക്തർ വെർച്വൽ ക്യൂ വെബ്സൈറ്റ് വഴി ഒരു സ്ലോട്ട് ഉറപ്പാക്കണം. വെർച്വൽ ക്യൂ ബുക്കിംഗ് നിർബന്ധമാണ്. മേട വിഷു ദർശനത്തിനായുള്ള വലിയ തിരക്ക് നിയന്ത്രിക്കുന്നതിനായി പമ്പ, സന്നിധാനം, നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ച് വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ഇതിനു പുറമെ തീർത്ഥാടകർക്ക് ആവശ്യമായ കുടിവെള്ളവും വൈദ്യസഹായവും നൽകുന്നതിന് വിവിധ വകുപ്പുകൾ ഏകോപിപ്പിച്ച് പ്രവർത്തിക്കുന്നു. കൂടാതെ തീർത്ഥാടകരുടെ യാത്ര സുഗമമാക്കുന്നതിനായി പമ്പയിൽ KSRTC ഒരു താൽക്കാലിക ഡിപ്പോ ആരംഭിച്ചു. കൂടാതെ പമ്പ നിലയ്ക്കൽ ചെയിൻ സർവീസിനായി 76 ബസ്സുകൾ എത്തിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കുമളി, പത്തനംതിട്ട, ചെങ്ങന്നൂർ എന്നിവിടങ്ങളിൽ പമ്പയിലേക്ക് പ്രത്യേക സർവീസുകളും ആരംഭിച്ചിട്ടുണ്ട്. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനങ്ങൾക്ക് ശേഷം വിഷു സമയത്താണ് ഏറ്റവും കൂടുതൽ അയ്യപ്പ ഭക്തർ ശബരിമല സന്ദർശിക്കുന്നത്. ഇത് കണക്കിലെടുത്ത് യാത്രാ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ കൂടുതൽ ബസ്സുകൾ നിരത്തിലിറക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. ഇടുക്കി പാറത്തോട്ടിൽ ഓൾ ഇന്ത്യൻ ചൈനീസ് സ്കൂൾ ഇന്റർനാഷണൽ ഷാവോലിൻ മാർഷൽ ആർട്സ് അക്കാദമിയുടെ ബ്ലാക്ക് ബെൽറ്റ് വിതരണവും സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു. ബ്ലാക്ക്ബെറി അവാർഡ് വിതരണ പരിപാടി കൊന്നത്തടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. പാറത്തോട് ഓൾ ഇന്ത്യൻ ചൈനീസ് സ്കൂൾ ഇന്റർനാഷണൽ ഷാവോലിൽ മാർഷൽ ആർട്സ് അക്കാദമിയുടെ ആഭിമുഖ്യത്തിലാണ് ബ്ലാക്ക് ബെൽറ്റ് സർട്ടിഫിക്കറ്റ് വിതരണം നടത്തിയത്. പഞ്ചായത്ത് മെമ്പർമാരായ ബിജു വെള്ളോംപുരയിടം, ഷൈജു ഇരുമല, പാറത്തോട് സെന്റ് ജോർജ് ചർച്ച് വികാരി ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുരയ്ക്കൽ, പാറത്തോട് മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് രാജു ഈട്ടിക്കൽ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. ഗ്രാൻഡ് മാസ്റ്റർ KV ജോൺസന്റെ കീഴിലായിരുന്നു പരിശീലനം. ഒരാഴ്ചത്തെ പരിശീലനത്തിന് ശേഷമാണ് അർഹരായ വിദ്യാർത്ഥികൾക്ക് ബ്ലാക്ക് ബെൽറ്റ് സമ്മാനിച്ചത്. ചീഫ് മാസ്റ്റർ ബിജു NG പരിപാടികൾക്ക് നേതൃത്വം നൽകി. 2 തലമുറയിൽപ്പെട്ട കുട്ടികളെ പഠിപ്പിച്ചതിൽ സന്തോഷമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. 2 തലമുറയിലെ പിള്ളേരെ എനിക്ക് പഠിപ്പിക്കാൻ പറ്റി. 30 വർഷം മുമ്പുള്ള എന്റെ ശിഷ്യന്മാരുടെ മക്കളാണ് ഇപ്പൊ ഇവിടെയുള്ള ഈ ബ്ലാക്ക് ബെൽറ്റേഴ്സിന്റെ ടെസ്റ്റിന് ഇരിക്കാൻ പറ്റിയത്. അവരുടെ മക്കളാണ്. അവര് 30 പേർ ഒരുമിച്ച് ബ്ലാക്ക് ബെൽറ്റ് ടെസ്റ്റിൽ നിന്ന് നടന്നു. അവർ 2 തലമുറയിലെ പിള്ളേരെ എനിക്ക് പഠിപ്പിക്കാൻ പറ്റിയതാണ് ഏറ്റവും കൂടുതൽ സന്തോഷം. എന്റെ അപ്പൻ ഒരു ശിഷ്യനാണ്. എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു കൊൻഫർ ബ്ലാക്ക് ബെൽറ്റ് എടുക്കണമെന്ന്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. മൂവാറ്റുപുഴ ആവോലി കണ്ണപ്പുഴയിൽ ശ്രീകുമാർ KN റിട്ടയേർഡ് എൻഫോഴ്സ് ഉദ്യോഗസ്ഥൻ നിര്യാതനായി. 62 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 11-ന് വീട്ടുവളപ്പിൽ. ഭാര്യ മീര ഒക്കൽ തൈക്കാട്ടിൽ കുടുംബാംഗം. മക്കൾ വിഷ്ണു ആനിമേഷൻ, ആതിര മാർക്കറ്റിംഗ് ദുബായ്, മരുമക്കൾ നിതിൻ ABB ഇലക്ട്രിക്കൽ, താര അക്സ്റ്റഞ്ചർ, സഹോദരങ്ങൾ ശ്രീലത റിട്ടയേർഡ് ടീച്ചർ, ശ്രീരാജ് റെയിൽവേ, ശ്രീജ പരേതൻ എയർഫോഴ്സിൽ നിന്ന് വിരമിച്ച ശേഷം വിവിധ ടെലികോം കമ്പനികളിൽ തലവനായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കാഞ്ഞിരപ്പള്ളി ഇലഞ്ഞിക്കൽ സെൽനാമ ജോസ് അന്തരിച്ചു. 71 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച കുടുംബ വീടായ തൊടുപുഴ പടിഞ്ഞാറെ കോടിക്കുളം മാത്യു ഇലഞ്ഞിക്കലിന്റെ വീട്ടിൽ ആരംഭിച്ച് വാഴക്കല സെന്റ് മേരീസ് പള്ളിയിൽ. പരേത ഇളങ്ങോയി കുഴിപ്പള്ളിൽ കുടുംബാംഗം. ഭർത്താവ് ജോസ് തോമസ് ഇലഞ്ഞിക്കൽ, മേരിമാത കമ്മ്യൂണിക്കേഷൻസ് കാഞ്ഞിരപ്പള്ളി. മക്കൾ മെൽജി UK, മെൽബിൻ കാനഡ, മരുമകൾ ഡോക്ടർ വിശാൽ UK, ടെസ്ലിൻ കണിയാരകത്ത് വടക്കങ്കര രാമപുരം കാനഡ. KPCC ജനറൽ സെക്രട്ടറിയും കോട്ടയം DCCയുടെ മുൻ പ്രസിഡന്റുമായിരുന്ന അഡ്വക്കേറ്റ് ടോമി കല്ലാനിയുടെ മാതാവ് അച്ചാമ്മ ജോസഫ് നിര്യാതയായി. 88 വയസ്സായിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടെ. തൊടുപുഴയിൽ ആദ്യമായി നടക്കുന്ന അവക്കാഡോ ഫെസ്റ്റിൽ വൻ തിരക്ക്. തൊടുപുഴ തെരങ്കുന്ന് ബൈപ്പാസിൽ പ്രവർത്തിക്കുന്ന മലബാർ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയിലാണ് ഫെസ്റ്റ് നടക്കുന്നത്.
ഏഴാനിക്കാട്ട് കുടുംബയോഗത്തിന്റെ 91 കുടുംബയോഗവും യാക്കോബ് മൽപ്പാനച്ചന്റെ 185 ചരമവാർഷികവും ഏഴാനിക്കാട്ട് പുന്നക്കോട്ടിൽ യാക്കോബച്ചന്റെ 133 ചരമവാർഷികവും ആചരിച്ചു. മയിലിക്കൊമ്പ് പള്ളിക്ക് സമീപം കാർ നിയന്ത്രണം നഷ്ടപ്പെട്ട് കനാലിലേക്ക് മറിഞ്ഞ അപകടം. കാർ യാത്രികനെ ഗുരുതര പരിക്കുകളോടെ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വയസ്സുള്ള വോട്ടർ തന്റെ പാട്ടിലൂടെ വൈറലാവുന്നു. തിരഞ്ഞെടുപ്പ് ദിവസം ഒരു സാധാരണ വോട്ടർ പാടിയ പാട്ട് ഇന്ന് കേരളത്തിൽ വൈറലാവുന്നു. മുട്ടൻ കാക്കൊമ്പ് ഭാഗത്ത് ബെന്നി പേർക്കാടിന്റെ കിണർ വൃത്തിയാക്കി തിരികെ കയറുന്നതിനിടയിൽ ആൾ കാൽ വഴുതി കിണറ്റിൽ വീണു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.